മാഹിക്കപ്പുറം അഴിയൂർ വരെ നീണ്ടുകിടക്കുന്ന പുതിയ ബൈപ്പാസ്. തലശ്ശേരിയെയും മാഹിയെയും തൊടാതെ കടന്നു പോകുന്ന 6 വരി പാത. ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ മാഹി വഴി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. മദ്യത്തിനും ഇന്ധനത്തിനും കേരളക്കാർ ഏറെ ആശ്രയിച്ച മാഹിയിൽ 30% വരെയാണ് വിൽപ്പന ഇടിഞ്ഞത്. മദ്യഷോപ്പുകളിലോ പെട്രോൾ പമ്പുകളിലോ പഴയ തിരക്കില്ല. തലശ്ശേരി വഴി മാത്രം പോകുന്ന ആളുകൾ വരും ഇവിടെ. മറ്റേ കണ്ണൂർ വഴി പോകുന്ന ആളുകളെല്ലാം അതുവഴി തന്നെ കുഞ്ഞിപ്പള്ളി വഴി അങ്ങോട്ട് പോകും. അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇല്ലാതിരുന്നാൽ ബിസിനസ് കുറയും. പോണ്ടിച്ചേരിയുടെ വരുമാനം പെട്രോൾ പമ്പും ബ്രാൻഡ് ഷാപ്പുമാണ്. മറ്റ് ബിസിനസ്സുകളിലുണ്ട്, അവർക്കും വലിയ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ബൈപ്പാസ് കടന്നു പോകുന്ന പുതുച്ചേരിയുടെ ഭാഗമായ പള്ളൂരിൽ അതേസമയം കച്ചവടം കൂടി. പുതിയ പമ്പുകൾ പള്ളൂരിൽ ആരംഭിക്കാനുള്ള നടപടികളും തുടങ്ങി. മദ്യശാലകളും മാഹിയിൽ നിന്നും മാറ്റാനാണ് ആലോചന. ഓരോരുത്തർ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അവിടെ പുതിയ ഷോപ്പുകൾ തുടങ്ങാനും പിന്നെ ഇപ്പോൾ തന്നെ 2-3 പെട്രോൾ ബങ്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി സാങ്ഷൻ ആയി എന്നാണ് പറയുന്നത്. പെട്രോൾ ബങ്ക് മാറ്റുന്ന പോലെ ലൈസൻസ് കിട്ടില്ല, പുതിയ ലൈസൻസ് കൊടുക്കില്ല. അത് ഷിഫ്റ്റിംഗ് മാത്രം ആവുള്ളൂ. അതിൻ്റെ ശ്രമിക്കുന്നുണ്ട്. പെട്രോളിന് കേരളത്തെ അപേക്ഷിച്ച് പുതുച്ചേരിയിൽ 14 രൂപ വരെയുണ്ട് വ്യത്യാസം. മാഹിയുടെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യ പങ്കും ഇന്ധനവും മദ്യവും വിറ്റുകിട്ടുന്ന വരുമാനമാണ്. മദ്യവും ഇന്ധനവും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന മാഹിയെ മലയാളികളും കൈയൊഴിയുകയാണ്. മാഹിയിൽ നിന്നും ഷാജു ചന്ദ്രപ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.